നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ട് ഹവാല പണം പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണവുമായി നെല്ലിക്കുന്നി MLA രംഗത്ത്. ഹൊസ്ദുർഗ് സ്റ്റേഷൻ പരിധിയിലെ ഇത്തരം കേസുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇനിയുള്ള 9 രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിന്റെ ചൈതന്യ പ്രഭയാൽ നിറയും. തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി. അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ ലീഡേഴ്സ് ക്യാമ്പിന് തുടക്കമായി. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കാസർഗോഡ് വിമുക്തി മിഷനും സംയുക്തമായി ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. PV അൻവർ MLA ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ കാഞ്ഞങ്ങാട്ട് ഹവാല പണം പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണവുമായി നെല്ലിക്കുന്നി MLA രംഗത്ത്. ഹവാല പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ കേസുകളിലും സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് നെല്ലിക്കുന്നി MLAയുടെ ആവശ്യം. PV അൻവർ MLA ഉന്നയിച്ച സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ ഹവാല പണം തട്ടിയെടുക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി നെല്ലിക്കുന്നി MLA രംഗത്ത്. 26 ഹവാല പൊട്ടിക്കൽ ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്നതായാണ് MLAയുടെ ആരോപണം. നിയമവിധേയമല്ലാത്ത പണം പിടികൂടുന്നതിനിടയിലാണ് പോലീസ് രേഖയിൽ കൃത്രിമം കാട്ടി പണം തട്ടിയെടുത്തതെന്ന് MLA ആരോപിച്ചു. ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് CRPC 102 വകുപ്പാണ് പോലീസിന് ഇത്തരം കള്ളക്കടത്ത് പണം പിടികൂടാൻ അധികാരം നൽകുന്നത്. ഇത്തരത്തിൽ 2020 മുതൽ 2023 വരെയുള്ള വർഷത്തിൽ 26 ഹവാല കേസുകളാണ് ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ മാത്രം രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒരു കേസ് 2023 ഓഗസ്റ്റ് 25 നടന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ പുതിയ ഒരു സംഭവിക്കുക ഹവാല പൊട്ടിക്കൽ അത് കുറേ കാലമായി നടന്നു വരികയാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ 17 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. അതിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ മാത്രം CRPC 102 സെക്ഷൻ പ്രകാരം 2020 മുതൽ 2023 വരെ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റ സെക്ഷൻ ഉപയോഗിച്ചാണ്. ഈ 26 കേസുകളും ജില്ലയിലെ ഒരേ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ 26 കേസുകളിൽ ഒരെണ്ണത്തിൽ മാത്രം ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ആൾ പരാതി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതി എന്ന് പറയുന്നത് 2023 ഓഗസ്റ്റ് 25-ാം തീയതിയാണ്. അദ്ദേഹം കാഞ്ഞങ്ങാട്ട് നിന്ന് കാസർഗോട്ടേക്ക് വരുമ്പോൾ പോലീസ് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ പരിശോധിച്ചു. 7 ലക്ഷം രൂപ കണ്ടെത്തി സ്കൂട്ടറിൽ നിന്ന്. അപ്പോൾ ആ 7 ലക്ഷം രൂപയിൽ നിന്ന് 4,68,000 രൂപ മാത്രമേ പോലീസ് കണക്കിൽ കാണിച്ചിട്ടുള്ളൂ. FIR കാണിച്ചിട്ടുള്ളതും 4,68,000 രൂപയാണ്. അപ്പോൾ ബാക്കി 2,32,000 രൂപ എവിടെ പോയി എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അദ്ദേഹം SP പരാതി കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഗുരുതരമായ ഈ കേസിലും സാധാരണ ഏതെങ്കിലും ഒരാൾ പരാതി നൽകിയാൽ നിങ്ങളെ പരാതി കിട്ടി എന്ന ഒരു മറുപടി അല്ലാതെ മറ്റൊരു മറുപടിയും ഈ വളരെ ഗൗരവം എടുക്കേണ്ട ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് പോലും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 26 കേസിൽ ഒരെണ്ണത്തിൻ്റെ സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി എല്ലാ കേസുകളിലും നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കി കേസുകളിലും പിടിച്ചെടുത്ത പണം മുഴുവൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും സംശയിക്കുകയാണെങ്കിൽ ആ സംശയിക്കുന്ന ആളുകളെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കോടികൾ വിലയുള്ള ഹൈഡ്രോ കഞ്ചാവ് കടത്ത് രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണി നെടുമ്പാശ്ശേരിയിൽ പിടിയിൽ. കാസർഗോഡ് സ്വദേശി മനാഫാണ് പിടിയിലായത്. കൂട്ടാളികളായ 6 പേരും പിടിയിലായി. എറണാകുളം റൂറൽ, കർണാടക കുടക് പോലീസിന്റെയും സംയുക്ത നീക്കമാണ് ഇവരെ കുടുക്കിയത്. കോടികൾ വിലയുള്ള ഹൈഡ്രോ കഞ്ചാവ് കടത്തിലെ പ്രതി പിടിയിൽ. രാജ്യാന്തര ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയായ കാസർഗോഡ് സ്വദേശി മനാഫാണ് പിടിയിലായത്. ഇയാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. ഇന്നലെ ബാങ്കോക്കിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. എറണാകുളം റൂറൽ, കർണാടക കുടക് പോലീസിന്റെയും സംയുക്ത നീക്കമാണ് മനാഫിനെ കുടുക്കിയത്. കൂട്ടാളികളായ 6 പേരും പിടിയിലായിട്ടുണ്ട്. കുടകിൽ നിന്നുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മടിക്കേരി സ്വദേശികളായ 5 പേരും ചെന്നൈ സ്വദേശിയുമാണ് പിടിയിലായത്. 3.5 കോടിയുടെ ഹൈഡ്രോ കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഗോണിക്കൊപ്പിയിലെ വീട്ടിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഇവരെല്ലാം രാജ്യാന്തര ലഹരിക്കടത്ത് സംഘവുമായി ബന്ധമുള്ളവരാണെന്നാണ് സംശയിക്കുന്നത്. ഹൈഡ്രോ കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്നത് ബാങ്കോക്കിൽ നിന്നുമാണ്. പിന്നീട് ദുബായിലേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. ഇവരുടെ ഇന്ത്യയിലെ വിൽപ്പന സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചതായി കുടക് SP അറിയിച്ചു. ಹೈಡ್ರೋಫೋನಿಕ್ ಗಂಜಾ ಈವನ್ ಅದರ್ವೈಸ್ ಆಲ್ಸೋ ಇದು ರೆಗ್ಯುಲರ್ ಆಗಿ ಮಾಡೋದಿಲ್ಲ. ರ್ಯಾರ್ಲಿ ಇನ್ ಅವರ್ ಸ್ಟೇಟ್ ಆಲ್ಸೋ ವೆರಿ ಫ್ಯೂ ಕೇಸಸ್ ಆರ್ ರಿಜಿಸ್ಟರ್ಡ್. ಇದು ದುಬೈಗೂ ಹೋಗುವ ಮಾಲ್. ಇಲ್ಲಿಂದ ಬಂದು ಇಟ್ ಈಸ್ ಲೈಕ್ ಹೈ ಕ್ವಾಂಟಿಟಿ ಆ್ಯಂಡ್ ವ್ಯಾಲ್ಯೂ ತುಂಬ ಹೈ ಎಂಡ್ ಕಸ್ಟಮರ್, ವ್ಯಾಲ್ಯೂನೂ ಜಾಸ್ತಿ. ಇಲ್ಲಿ ಲೋಕಲಿ ಅವ್ರಿಗೆ ಅಷ್ಟು ಬೆನಿಫಿಟ್ ಸಿಗಲ್ಲ ಮತ್ತು ಇಷ್ಟು ತೊಗೊಳ್ಳೋರು ಇಲ್ಲಿ ಇಲ್ಲ. ಇದಕ್ಕೆ ಸೆಲೆಬ್ರಿಟೀಸ್ ಮತ್ತು ಹೈ ಎಂಡ್ ಕಸ್ಟಮರ್ ಇರೋದ್ರಿಂದ ಫಾರಿನ್ಗೆ ಅವರು ಶಿಪ್ಮೆಂಟ್ ಫಾರಿನ್ಗೆ ಮಾಡಬೇಕಾಯಿತು. ಇಲ್ಲಿ ಸಿಕ್ಕಿದ್ದಾರೆ. വലിയൊരു മാഫിയ തന്നെ ഇത്തരത്തിലുള്ള ഹൈഡ്രോ കഞ്ചാവ് ലഹരിക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെ ഗൗരവമായി കണ്ട് പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്രിമിനൽ പോലീസ് രാജ് അവസാനിപ്പിക്കുക, മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത്. നെല്ലിക്കുന്ന് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് നടന്ന മാർച്ച് നേരിയ സംഘർഷത്തിനിടയാക്കി. ഉളിയത്തടുക്കയിൽ നിന്നായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ജില്ലാ പോലീസ് ആസ്ഥാനത്തിൽ നിന്നും 100 മീറ്റർ അകലെ മാർച്ചിനെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡിനെ മറികടക്കാൻ ശ്രമിച്ചു. ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് അവസാനിച്ചതിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതെ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധിച്ചു. പോലീസിനൊപ്പം മുസ്ലിം ലീഗ് നേതാക്കളും ഇടപെട്ടാണ് പ്രവർത്തകരെ മാറ്റിയത്. മാർച്ച് നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രി RSSന് അടിയറവ് വെച്ചിരിക്കുകയാണെന്ന് നെല്ലിക്കുന്ന് MLA ആരോപിച്ചു. കാസർഗോഡ് ബ്ലോക്ക് കേരളത്തിലെ ഒരു ക്രിട്ടിക്കൽ ബ്ലോക്കാണ്. ഇവിടെ ഇനി കുഴൽക്കിണർ കുഴിച്ചാൽ വെള്ളം ലഭിക്കുകയില്ല എന്നാണ് പറയാറ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ധാരാളം ജലം നമ്മുടെ പോലീസ് ഇപ്പോൾ ഇവിടെ ദുരുപയോഗപ്പെടുത്തിയത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജലം ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകന്മാരെ സമരമുഖത്ത് നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഏത് സ്വർഗത്തിലാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ് സ്വാഗതം പറഞ്ഞു. AKM അഷ്റഫ് MLA, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ, സെക്രട്ടറി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PM മുനീർ ഹാജി, സെക്രട്ടറി ഹാരിസ് ചൂരി, TD കബീർ, യൂസുഫ് ഉളുവാർ, MB ഷാനവാസ്, TM ഇക്ബാൽ, മുത്തലീബ് പാറക്കെട്ട്, MA നജീബ് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇനിയുള്ള 9 രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിന്റെ ചൈതന്യപ്രഭയാൽ നിറയും. വിവിധ ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു. നവരാത്രി ദീപം മിഴി തുറന്നതോടെ ഭക്തിസാന്ദ്രമായി നാടും നഗരവും ക്ഷേത്രങ്ങളും.
ഇനിയുള്ള 9 രാപ്പകലുകൾ നവരാത്രി ചൈതന്യപ്രഭയാൽ നിറയും. വിവിധ ക്ഷേത്രങ്ങളിൽ ദേവീസ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു. ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം, ചണ്ഡികാ ഹോമം, ഭജന, മഹാപൂജ തുടങ്ങി വിവിധ പരിപാടികളോടെയായിരുന്നു ആദ്യ ദിവസത്തിന് തുടക്കമായത്. 9 ഭാവങ്ങളിലുള്ള ദേവീ ചൈതന്യത്തിൽ ഉപാസന ചെയ്ത് ശക്തിയും വിജയവും ഐശ്വര്യവും നേടാൻ ക്ഷേത്രങ്ങൾ ദേവീസ്തുതികൾ കൊണ്ട് ഭക്തിസാന്ദ്രമാകും. നവരാത്രി ആഘോഷത്തിന് ഭക്തിയുടെ നിറവേകി നവരാത്രി വേഷങ്ങളും ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പുലികളി, കരടിയും വേട്ടക്കാരനും കരിവേഷം തുടങ്ങിയ വേഷങ്ങൾ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ദ്രുതതാളത്തിൽ നഗരങ്ങൾ കീഴടക്കി പ്രയാണം നടത്തും. കാസർഗോട്ടെ പ്രധാന ക്ഷേത്രമായ കാസർഗോഡ് കൊറക്കോട് ശ്രീ ആര്യകാത്യായനി ക്ഷേത്രത്തിൽ രാവിലെ തറവാട് ക്ഷേത്രത്തിൽ നിന്നും ഭണ്ണാരം എഴുന്നള്ളത്തോടെ ഉത്സവാരംഭം കുറിച്ചു. നവരാത്രി ആഘോഷ സമാപനം വരെ എല്ലാ ദിവസവും വിവിധ താന്ത്രിക ചടങ്ങുകളും നടക്കും. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ആഘോഷങ്ങൾക്ക് ശേഷം 13-നാണ് നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷമർദിനി ക്ഷേത്രം, മല്ലം ദുർഗാപരമേശ്വരി ക്ഷേത്രം, മധൂർ കാളിസഹിത ഭുവനേശ്വരി ക്ഷേത്രം, കോട്ടക്കണി രാമനഗർ രാമനാഥ സാംസ്കൃതിക ഭവനം, ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, കൊറക്കോട് കാശി കാളിഭൈരവ ക്ഷേത്രം, ദേളി തായത്തൊടി ദുർഗാപരമേശ്വരി ക്ഷേത്രം, ഹൊസ്തുർഗ് മാരിയമ്മൻ ക്ഷേത്രം, മാങ്ങാട് മേലോത്തുങ്കാൽ ബാലഗോപാല ക്ഷേത്രം, പാങ്ങോട് ദുർഗാപരമേശ്വരി ക്ഷേത്രം, ആദൂർ ഭഗവതി ക്ഷേത്രം, അണങ്കൂർ ശാരദാംബ ഭജന മന്ദിരം, തൈര ദുർഗാപരമേശ്വരി ക്ഷേത്രം, ചരൽക്കടവ് ദുർഗാപരമേശ്വരി ക്ഷേത്രം, പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം, മാട്ടുമ്മൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രിയുടെ ഭാഗമായുള്ള ചടങ്ങുകളും വിവിധ ആധ്യാത്മിക പരിപാടികളും നടക്കും. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളിലായി ആരാധിക്കുന്നതാണ് നവരാത്രി ആഘോഷം. ദേവി ഉപാസനയോടൊപ്പം തന്നെ കലയെയും വിദ്യയെയും ദൈവിക ഭാവത്തിൽ ഉപാസിക്കുന്ന നവരാത്രി ആഘോഷത്തിന് കാസർഗോഡ് ജില്ലയിൽ ഭക്തിസാന്ദ്രമായ തുടക്കം. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്കായി ഇനി മംഗളൂരുവിനെ ആശ്രയിക്കേണ്ട. ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളും അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളുമായി ചെർക്കള KK പുറത്ത് CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനമാരംഭിച്ചു. ചെയർമാൻ അബ്ദുൽ ഖാദർ ഹാജി ചെർക്കളയും മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ ജാസിർ അലിയുമാണ് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ആതുര ശുശ്രൂഷ സേവന രംഗത്ത് കാസർഗോഡിന്റെ മുഖച്ഛായ മാറ്റുവാൻ ചെർക്കള KK പുറത്ത് CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൺസൾട്ടന്റ് ഫിസീഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ മൊയ്തീൻ ജാസിർ അലി ഡോക്ടറിന്റെ സേവനം ഇവിടെ മുഴുവൻ സമയവും ലഭ്യമാണ്. കാസർഗോഡിന്റെ വികസന വഴിയിലെ നാഴികക്കല്ലായി ചെർക്കള KK പുറത്ത് CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ജനറൽ മെഡിസിൻ, കാഷ്വാലിറ്റി, IP, ലാബ്, ഫാർമസി, കാർഡിയോളജി, പീഡിയാട്രിക്, എല്ലുരോഗ വിഭാഗം, ജനറൽ സർജറി, ഓങ്കോ സർജറി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ മറ്റെല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആരംഭിക്കും. CM അബ്ദുൽ ഖാദർ ഹാജി ചെർക്കള ചെയർമാനും ഡോക്ടർ മൊയ്തീൻ ജാസിർ അലി മാനേജിംഗ് ഡയറക്ടറുമായുള്ള കമ്പനിയാണ് ആശുപത്രി നടത്തുന്നത്. എല്ലാവിധ എമർജൻസി കേസുകളും ആക്സിഡന്റ് കേസുകളും ഉൾപ്പെടെയുള്ളവ മാനേജ് ചെയ്യാൻ പ്രാപ്തിയുള്ളതാണ് ഈ ആശുപത്രി. അത്യാധുനിക രീതിയിലുള്ള പീഡിയാട്രിക് ICU, അതിനൂതനമായ പ്രൈവറ്റ് ബർത്ത് സ്യൂട്ട് ഡെലിവറി, ഏറ്റവും മികച്ച വന്ധ്യതാ ചികിത്സ എന്നിവ ലഭ്യമാക്കും. ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റും കാത്ത് ലാബും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഗൈനക് ഡിപ്പാർട്ട്മെന്റ്, ഓർത്തോ ആൻഡ് ആക്സിഡന്റ് ട്രോമ ഡിപ്പാർട്ട്മെന്റ്, മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്, സ്നേക്ക് ബൈറ്റ് യൂണിറ്റ്, ആധുനിക രീതിയിലുള്ള ലബോറട്ടറി അടക്കമുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാകും. ആശുപത്രിയിൽ 24 മണിക്കൂർ ഇന്റൻസീവ് വിസിറ്റ് സൗകര്യവുമുണ്ട്. കൂടാതെ പീഡിയാട്രിക് നിയോനാറ്റൽ ICU, 15 ബെഡോടും വെന്റിലേറ്ററോടും കൂടിയ മെഡിക്കൽ ICUവും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കാഷ്വാലിറ്റി തുടങ്ങിയവയുമുണ്ട്. 3 ഓപ്പറേഷൻ തിയേറ്റർ, പക്ഷാഘാത രോഗികൾക്കുള്ള അതിനൂതനമായ ചികിത്സയും അതിനോടനുബന്ധിച്ചുള്ള ഫിസിയോതെറാപ്പി സൗകര്യം, നൂതനമായ കോസ്മെറ്റിക് ക്ലിനിക് എന്നിവ ആശുപത്രിയുടെ സവിശേഷതകളാണ്.
സ്പെഷ്യാലിറ്റി ചികിത്സാ രംഗത്ത് ഇപ്പോഴും മംഗളൂരുവിനെയും കണ്ണൂരിനെയും ആശ്രയിക്കേണ്ടി വരുന്ന കാസർഗോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കൂടിയാണ് CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സേവനങ്ങൾ. മംഗലാപുരത്തെ ആശുപത്രികളിൽ ലഭിക്കുന്ന എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകുമെന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള മിതമായ നിരക്കിലായിരിക്കും ചികിത്സയെന്നും ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മൊയ്തീൻ ജാസിർ അലി പറഞ്ഞു. സാധാരണഗതിയിൽ ഇവിടെ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരും മറ്റുള്ള രോഗികളാണ്. അത്തരം രോഗികൾക്ക് ശരിയായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മറ്റ് ജില്ലകളെയും മറ്റു സംസ്ഥാനത്തെയും ചികിത്സയ്ക്ക് ആശ്രയിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിലുദിച്ച ആശയമാണ് ഒരു സമ്പൂർണ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന രീതിയിൽ പറയട്ടെ, 24 മണിക്കൂർ കാർഡിയോളജി സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റി. നമ്മുടെ കാത്ത് ലാബ് വിത്തിൻ 10 ദിവസം കൊണ്ട് റെഡിയായിരിക്കും. അത് തീർച്ചയായും ഏറ്റവും അത്യാധുനികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തോടു കൂടിയുള്ള കാത്ത് ലാബാണ്. കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം കൂടിയാണ് അത് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ചികിത്സ പാവപ്പെട്ട ആൾക്കാർക്കും പണക്കാർക്കും വ്യത്യാസമില്ലാതെ കിട്ടുക എന്ന രീതിയിലാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രാഗൽഭ്യം തെളിഞ്ഞ കാർഡിയോളജിസ്റ്റാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് 24 മണിക്കൂർ പീഡിയാട്രിഷ്യൻ്റെ ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ആശുപത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരം രോഗികൾക്കും ചികിത്സ കിട്ടാത്ത അവസ്ഥ വരാൻ പാടില്ല. ഒരു പക്ഷേ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പാവങ്ങളെയും ഇടത്തരക്കാരും കണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മുഖ്യ പരിഗണന അവർക്കും കൊടുക്കണം. അതേപോലെ തന്നെ മറ്റ് ആൾക്കാർക്കും കൂടെ പരിഗണന കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് ട്രഡീഷണൽ മിക്സ്ചർ ഓഫ് കൺസെപ്റ്റാണ് നമ്മൾ ഈ ആശുപത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഹോസ്പിറ്റലിലേക്ക് വരാൻ നിർവാഹമില്ലാത്ത കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ പോയി ചികിത്സ നൽകും. രോഗം മൂർച്ഛിച്ച ICU രോഗികൾക്ക് അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടപ്പെട്ടവരെ അടുത്തു നിർത്തുന്നതിനുള്ള ക്യൂബിക് ICU സംവിധാനവും ലഭ്യമാണ്. കാസർഗോഡിന്റെ ആരോഗ്യരംഗത്തെ വികസന കുതിപ്പിന് കരുത്തു പകരുന്നതിനൊപ്പം ഈ ആശുപത്രി സംരംഭം 500ഓളം പേർക്ക് തൊഴിലും ലഭ്യമാക്കുന്നു. മികച്ച ചികിത്സ ലഭ്യമാക്കുവാൻ കാസർഗോട്ടുകാർക്കിനി അതിർത്തികൾ കടക്കേണ്ട അവസ്ഥയില്ല. സാധാരണക്കാർക്ക് പോലും നിസ്സംശയം ആശ്രയിക്കാവുന്ന CM മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മംഗലാപുരത്തെ പോലും വെല്ലുന്ന സംവിധാനങ്ങളും സേവനങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്. തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. തീയരെ പ്രത്യേക സമുദായമായി സർക്കാർ അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി മംഗലാപുരം ഭാരതീയ തീയ സമാജം പ്രസിഡന്റും മംഗലാപുരം അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. തീയരെല്ലാം ഒന്നായാലും കർണാടകത്തിലും കേരളത്തിൽ തീയർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകില്ല. കേരളത്തെ ഹയസ്റ്റ് ലീഡേഴ്സ് പറഞ്ഞങ്ങനെ ചീഫ് മിനിസ്റ്റർ, KPCC പ്രസിഡന്റ്, സെൻട്രൽ മിനിസ്റ്റർ, മുള്ളപ്പള്ളി രാമചന്ദ്രൻ എല്ലാ അധിക ലീഡേഴ്സ് തീയറിലുണ്ട്. ബട്ട് എന്താ നമ്മുടെ സമാജത്തെ റെക്കഗ്നൈസ് ആയില്ല. അങ്ങനെ ഞാനാണ് ಕರ್ನಾಟಕದಲ್ಲಿ ಇನ್ನು ರೆಕಗ್ನೈಸ್ ಆವನಾಗ ನಾನು ತೀಯ ಸಮಾಜನ ಹೊರತ ಬಂಧುವಾയിട്ട് ಇನ್ನು ರೆಕಗ್ನೈಸ್ ಆಗಿ ನನಕಂತ ರೆಕಗ್ನೈಸ್ ಆಗಿ ಕರ್ನಾಟಕದ ಪ್ರಸ್ತುತ ಮುಖ್ಯಮಂತ್ರಿ ಸಿದ್ದರಾಮಯ್ಯನ ತೀಯ ಸಮಾಜನ ಐಡೆಂಟಿಫೈ ಆಗಿಟ್ಟರು ಚೇರ್ಮನ್ ಪೋಸ್ಟ್ ಅಲ್ಲಿ ಇನ್ನು ಕರ್ನಾಟಕದ ಅರ್ಬನ್ ಡೆವಲಪ್ಮೆಂಟ್ ಚೇರ್ಮನ್ ആയിട്ടുണ്ടെങ്കിൽ അത് ತೀಯ സമാജൻ ರೆಕಗ್ನೈസ് ആയി. പ്രസിഡന്റ് PC വിശ്വംഭരൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു. പാലക്കുന്നുകഴകം ശ്രീ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായത്താർ, തളങ്കര പുലിക്കുന്ന് ചീരുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ നാഗേഷ് കാരണവർ, ചൗക്കി ഏരിയക്കോട്ട ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ചന്ദ്രശേഖര കാരണവർ എന്നിവർ ദീപം തെളിയിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ CK നാരായണ പണിക്കർ മുഖ്യാതിഥിയായി. അധ്യാപകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗണേശരമങ്ങാനം മഹാസഭയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ആചാരസ്ഥാനികനായി അരനൂറ്റാണ്ടിലേറെ കാലമായ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണനായത്താരെ അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പൈവളികെ തീയ മഹാസഭ മെമ്പർ ബബിൻ DS ത്രെഡ് ആർട്ട് ചെയ്ത അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാളിന്റെ ഫോട്ടോ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി. തളങ്കര പുലിക്കുന്ന് ഭഗവതി സേവാ സംഘം പ്രസിഡന്റ് N സതീഷ്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശ്വിനി ML, മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ, തീയ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ലക്ഷ്മണൻ, സംസ്ഥാന ട്രഷറർ CK സദാനന്ദൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗദാമിനി നാരായണൻ, സംസ്ഥാന സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തുടി,
സുനിൽകുമാർ ചാത്തമത്ത്, സംസ്ഥാന മീഡിയ ചെയർമാൻ എൻ ചന്ദ്രൻ പുതുക്കൈ, അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഗണേശൻ മാവിനക്കട്ട, മഹിളാ തീയ മഹാസഭ ആക്ടിംഗ് ജില്ലാ പ്രസിഡന്റ് കൃഷ്ണബായി, ജില്ലാ സെക്രട്ടറി സുധാബ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാജൻ തൃക്കരിപ്പൂർ സ്വാഗതവും ജില്ലാ ട്രഷറർ ടി വി രാഘവൻ തിമിരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ ലീഡേഴ്സ് ക്യാമ്പിന് തുടക്കമായി. കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ നടത്തുന്ന ലീഡേഴ്സ് ക്യാമ്പ് 2024 തുടക്കമായി. ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നാൽ അയാൾ ആദ്യം കാസർഗോഡ് വരാൻ മടിക്കും. പിന്നെ ജോയിൻ ചെയ്ത് ഒരു ദിവസമുണ്ട്. ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5-10 കൊല്ലം കഴിഞ്ഞാൽ കാസർഗോഡ് വരാൻ ഇപ്പോൾ താല്പര്യം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 12-14 നദികളുള്ളത് കൊണ്ടല്ല, പ്രകൃതി രമണീയത ഉള്ളത് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറം കാസർഗോഡുകാരുടെ സ്വഭാവം കൊണ്ടാണ് അവർ AILIAF ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് CO രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. JCI നാഷണൽ ട്രെയിനറും GPM ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ സജിത് പലേരി ലീഡ് ദ ചേഞ്ച് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. AILIAF ദേശീയ കമ്മിറ്റി സെക്രട്ടറി ജനറൽ K രാമചന്ദ്രൻ ഏജൻസ് ഫെഡറേഷന്റെ പ്രസക്തിയും നേതൃത്വത്തിന്റെ ചുമതലകളും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. C രാധാകൃഷ്ണൻ, PN രാജീവ്, K രാമചന്ദ്രൻ, M അബ്ദുൾ സമദ്, M രാമദാസൻ, M ശശീന്ദ്രൻ, T കുഞ്ഞികൃഷ്ണൻ, A കൃഷ്ണൻ, KP കരുണാകരൻ, CD നായർ, E ജയകൃഷ്ണൻ, DP രാജശേഖരൻ തുടങ്ങിയവർ സംബന്ധിക്കും. AILIAF ഡിവിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അയ്യപ്പൻ MP സ്വാഗതവും ട്രഷറർ KV ഷാജി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീഡിയോ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർമാർക്ക് വേതനം ലഭിക്കാത്തതിൽ AKPA പ്രക്ഷോഭം ശക്തമാക്കുന്നു. ആദ്യഘട്ടമായി ശനിയാഴ്ച കളക്ട്രേറ്റ് ധർണ നടത്തുമെന്ന് കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീരുമാനമുണ്ടായില്ലെങ്കിൽ സംസ്ഥാനതലത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിവിധ സ്ക്വാഡുകളിലും തിരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിലുമടക്കം വീഡിയോ ചിത്രീകരിച്ചതിന് വേതനം ലഭിക്കാത്തതിനെ തുടർന്ന് വീഡിയോഗ്രാഫേഴ്സ് വലിയ ദുരിതമാണ് നേരിടുന്നതെന്ന് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. 3 മാസ കാലയളവിൽ 1600 ഡ്യൂട്ടി ചെയ്തതിൽ 45 ലക്ഷത്തോളം രൂപ AKPA അംഗങ്ങൾക്ക് മാത്രം ലഭിക്കാനുണ്ട്. മുഴുവൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളും കളക്ടറേറ്റിൽ ഹാജരാക്കുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തതാണ്. ട്രഷറി നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞാണ് വേതനം നൽകുന്നത് നീട്ടുന്നത് എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ നമ്മുടെ ബില്ല് പോകുന്ന സമയത്ത് 25 ലക്ഷം രൂപ വരെയാണ് ട്രഷറിയിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ബില്ല് പോയതിന് 25-ൽ കൂടുതൽ എമൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ക്യൂ സിസ്റ്റത്തിൽ ഡോക്കറ്റ് നമ്പർ ഇട്ടുകൊണ്ട് ഫിനാൻസ് സെക്ഷൻ തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ വന്നെങ്കിൽ മാത്രമേ മാറാൻ പറ്റൂ എന്നുള്ള കണ്ടീഷനിലേക്കാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇടപെടലുകളൊക്കെ ഞങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ അതിൻ്റെ യാതൊരു സാധ്യതയും തെളിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ 5-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കളക്ട്രേറ്റിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുക്കുകയായിരുന്നു. AKPA ജില്ലാ പ്രസിഡന്റ് KC എബ്രഹാം, ജില്ലാ സെക്രട്ടറി സുഗുണൻ ഇരിയ, ജില്ലാ ട്രഷറർ സുനിൽകുമാർ P, ഷെരീഫ് ഫ്രെയ്മാട്ട്, T പ്രജിത് കളർ പ്ലസ്, രാജേന്ദ്രൻ VN, അശോകൻ പൊയ്നാച്ചി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാന്ധി ജയന്തി ദിനത്തിൽ തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ സേനയും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബും ചേർന്ന് പാതയോരത്ത് വൃക്ഷത്തോപ്പ് ഒരുക്കി. 35-ൽ പരം ഫലവൃക്ഷ തൈകളാണ് തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയോരത്തുള്ള വൃക്ഷത്തോപ്പിൽ നട്ടുപിടിപ്പിച്ചത്. നടക്കാവിലെ പാതയോരത്ത് അക്ഷരമധുരവനം എന്ന പേരിട്ട വൃക്ഷത്തോപ്പിൽ കായ്ഫലങ്ങൾ കൂടുതൽ തരുന്ന വിഭാഗത്തിലെ റംബൂട്ടാൻ, മാവ്, പേര, ചാമ്പ തുടങ്ങി 35-ൽ പരം ഫലവൃക്ഷങ്ങളാണ് നട്ടത്. സാഹിത്യകാരന്മാരും ഗ്രന്ഥശാല പ്രതിനിധികളും ചേർന്ന് ഫലവൃക്ഷ തൈകൾ നട്ട് അക്ഷരമധുരവനത്തിന് തുടക്കം കുറിച്ചു. തൃക്കരിപ്പൂർ ഫയർ ഓഫീസർ KV പ്രഭാകരൻ അക്ഷരമധുരവനത്തിന്റെ സംരക്ഷണ പ്രവർത്തനം വിശദീകരിച്ചു.
ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ സുരേന്ദ്രൻ കാടങ്കോട്, ധനേഷ് പടന്നക്കാട് എന്നിവർക്കൊപ്പം നെരൂദ വായനശാല, കിനാത്തിൽ വായനശാല, ഉദിനൂർ EMS വായനശാല, ചെറുകാനം വായനശാല പ്രതിനിധികൾ വൃക്ഷത്തൈകൾ നട്ടു. ഉദിനൂർ ഗവൺമെന്റ് HSS പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ മനോജ് പിലിക്കോട്, PTA പ്രസിഡന്റ് VV സുരേശൻ, നരേന്ദ്രൻ കിനാത്തിൽ, K വനജ എന്നിവർ സംസാരിച്ചു. അഗ്നിരക്ഷാ നിലയം, സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര വോളണ്ടിയർമാർ, സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ഗൈഡ്സ് യൂണിറ്റ്, ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ്, അധ്യാപകർ എന്നിവർ കുട്ടികൾക്കൊപ്പം കൂടെ നിന്നു. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ക്ഷേമ സ്ഥാപനങ്ങളിൽ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയുടെയും ICDS ദിനാചരണത്തിന്റെയും ഭാഗമായി ശുചീകരണം നടത്തി. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഷീബായൽ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പരവനടുക്കത്ത് പ്രവർത്തിക്കുന്ന ക്ഷേമ സ്ഥാപനങ്ങളിൽ ഗാന്ധി ജയന്തിയുടെയും ICDS ദിനാചരണത്തിന്റെയും ഭാഗമായി ശുചീകരണം നടത്തി. വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാതല സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോം, ഗവൺമെന്റ് മഹിളാ മന്ദിരം എന്നീ സ്ഥാപനങ്ങളിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഷീബ L ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ ചിത്രലേഖ S, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ഷൈനി ഐസക്, സ്റ്റാഫ് കൗൺസിൽ കൺവീനർ AT ശശി, ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് വീരു PM, ഗിരീഷ് ആനപ്പെട്ടി, മണികണ്ഠൻ കാരാട്ട്, ജിഷ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കാസർഗോഡ് വിമുക്തി മിഷനും സംയുക്തമായി ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരിപാടി നെല്ലിക്കുന്നി MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് കാസർഗോഡ് ഡിവിഷന്റെയും കാസർഗോഡ് വിമുക്തി മിഷന്റെയും എക്സൈസ് സർക്കിൾ റേഞ്ച് ഓഫീസുകളുടെയും വിദ്യാനഗർ ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. ഈ ചിന്മയ മിഷൻ കോളനിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ അധിവസിക്കുന്ന ആളുകളെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം. പലരുമായി നല്ല ബന്ധത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ഈ കോളനിയിലെ ഒരു കുട്ടി പോലും ഈ മയക്കുമരുന്നിന് അടിമല്ല എന്ന് നല്ല ബോധ്യമുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു സദസ്സ് വേണമോ എന്നുള്ള സംശയമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. പക്ഷേ രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയുള്ള സ്ഥലത്തും ഇതുപോലുള്ള സദസ്സ് അനിവാര്യമാണ്. ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ PK രാജൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA വിശിഷ്ടാതിഥിയായി. കാസർഗോഡ് നഗരസഭ 10ാം വാർഡ് കൗൺസിലർ സവിത ടീച്ചർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ D അരുൺ, ജില്ലാ വിമുക്തി കോർഡിനേറ്റർ സ്നേഹ KM, റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ V ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ചിന്മയ കോളനി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീധരൻ C സ്വാഗതവും എക്സൈസ് ഇൻസ്പെക്ടർ ജോസഫ് J നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച് ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി ജയന്തി ദിനാഘോഷം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ K വിജയൻ അധ്യക്ഷത വഹിച്ചു. PM പോഷൻ പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൂളും പരിസരവും ശുചീകരിച്ചു. വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. NSS ലഹരി വിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മധുസൂദനൻ N, ജയശ്രീ T, CPO അബ്ദുൾ സലീം TE, സജിത PU, മുഹമ്മദ് യാസിർ CL, സദി K, അൻവർ എന്നിവർ സംസാരിച്ചു. നജ്മുദ്ദീൻ, റംസാദ്, പ്രസീദ V, അശ്വതി KK, സുഹറാബി, സാഹിറ ബാനു MA, സഫീറ, ആയിഷത്ത് സാബിത, രേഷ്മ A, രജനി PV, നൂഹ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി മംഗൽപാടി മണിമുണ്ട കടൽ തീരം ശുചീകരിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ 2025 മാർച്ച് 30 വരെ നീളുന്ന മാലിന്യമുക്ത നവകേരളം സ്വച്ഛതാ ഹി സേവ ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മംഗൽപാടി പഞ്ചായത്ത് തലത്തിൽ മണിമുണ്ട കടൽ തീരം ശുചീകരിച്ചു. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതലും നമ്മുടെ കുട്ടികളായാലും കഴിഞ്ഞ മന്തിൽ ഹരിതകർമ്മ സേന വരുമ്പോൾ
ഈ ഒരു വാർഡിൽ നല്ലൊരു ക്യാമ്പയിനും അതേപോലെ വാതിൽപ്പടി സേവനമാണ് നമ്മുടെ കുട്ടികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ചേർന്ന് നടത്തിയത്. നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാർഡിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാർച്ചോടുകൂടി മംഗൽപാടി മാറുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാന ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ റഹ്മാൻ, കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ അനീഷ്, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ തമ്പി, മണിമുണ്ട ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡും ബ്രദേഴ്സ് മണിമുണ്ട പ്രതിനിധിയുമായ അസീം മണിമുണ്ട, പഞ്ചായത്ത് അംഗവും ക്ലീൻ ഗ്രീൻ മംഗൽപാടി കോ അംബാസിഡറുമായ കിഷോർ, പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് TM, ഷക്കീൽ, ഇബ്രാഹിം പെരിങ്കടി, റഫീഖ്, ശുചിത്വ മിഷൻ RP സത്യ, വൈറ്റ് ഗാർഡ് അംഗം BM മുസ്തഫ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗവും ക്ലീൻ ഗ്രീൻ മംഗൽപാടി അംബാസിഡറുമായ മജീദ് പച്ചമ്പള്ള സ്വാഗതവും മണിമുണ്ട വാർഡ് അംഗം മഹമ്മൂദ് നന്ദിയും പറഞ്ഞു. മണിമുണ്ട സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ബ്രദേഴ്സ് മണിമുണ്ട ക്ലബ്ബ് അംഗങ്ങൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, പഞ്ചായത്ത് ആശാ വർക്കർമാർ, മാലിന്യ സംസ്കരണ പങ്കാളി ഗ്രീൻ വേംസ് പ്രതിനിധികൾ, മണിമുണ്ട നിവാസികൾ എന്നിവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെ കടൽത്തീര ശുചീകരണവും കുട്ടികൾക്കായി പട്ടം പറത്തൽ മത്സരവും മണൽ ശില്പ നിർമ്മാണ മത്സരവും നടന്നു. ശുചീകരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച അജൈവ മാലിന്യം ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. മത്സരത്തിൽ പങ്കാളികളായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരിക്കെതിരെ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. അടുക്ക ലഹരി വിരുദ്ധ കൂട്ടായ്മ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാ നാടുകളിലും കൂട്ടായ്മകൾ രൂപപ്പെടണമെന്ന് കർണാടക നിയമസഭാ സ്പീക്കർ UT ഖാദർ. അടുക്ക ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ദിയോട് നിന്ന് ആരംഭിച്ച റാലിയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ആളുകൾ സംബന്ധിച്ചു. പ്രദേശത്തെ വിവിധ സ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടോ തൊഴിലാളികൾ എന്നിവയുടെ പിന്തുണയോടെയായിരുന്നു സമ്മേളനം. AKM അഷ്റഫ് MLA അധ്യക്ഷത വഹിച്ചു. അത്യുത്തര കേരളത്തിന്റെ അതിർത്തിയിൽ പല രൂപങ്ങളിൽ പല രീതിയിൽ ഈ ഡ്രഗ്സ് വ്യാപകമാകാൻ തുടങ്ങിയപ്പോൾ എന്റെ മണ്ഡലത്തിന്റെ മംഗൽപാടി പഞ്ചായത്തിന്റെ അടുക്ക എന്ന് പറയുന്ന ഈ പ്രദേശത്തെ ഒരു പറ്റം നല്ല മനുഷ്യർ, പ്രവാസ ലോകത്തുള്ള ഒരു പറ്റം ഈ നാട്ടിലെ പ്രവാസികൾ കൊടിയുടെ നിറം നോക്കാതെ, ജാതിയുടെയും മതത്തിന്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ നോക്കാതെ ഒരു തീരുമാനമെടുത്തു. കേരളത്തിൽ ആദ്യമായി ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തും. ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ലഹരിക്കെതിരെ കമ്പൗണ്ട് നിർമ്മിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് ഈ നാട് ഈ പ്രയാണത്തിന് തുടക്കം കുറിച്ചത്. അടുക്ക ലഹരി വിരുദ്ധ സമിതി പ്രസിഡന്റ് BMP അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ആർജിത ഹിന്ദു സമാജം പ്രസിഡന്റ് സ്വാമി ആത്മദാസ് CME മുഖ്യാതിഥിയായിരുന്നു. ജനമൈത്രി പോലീസ് ഓഫീസർ മധു, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗാന്ധി ജയന്തി ദിനത്തിൽ NCPS കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി യാത്രയും ഫാഷിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ മഹാത്മാവിലേക്ക് മടങ്ങാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്മൃതി യാത്ര നടത്തിയത്. ഗാന്ധി ജയന്തി ദിനത്തിൽ NCPS ജില്ലാ കമ്മിറ്റി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ മഹാത്മാവിലേക്ക് മടങ്ങാമെന്ന മുദ്രാവാക്യമുയർത്തി ഗാന്ധി സ്മൃതി യാത്രയും ഫാഷിസ്റ്റ് വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉദ്ഘാടനം ചെയ്തു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുമുള്ള തെരുവിലൂടെ മെയിൻ വീതിയിലൂടെ നടക്കാൻ ഉള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയായിരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളിലെല്ലാം ഇന്ത്യയെ നയിച്ച, ലോകത്തെ നയിച്ച ഒരു മഹാത്മാവിന്റെ ജന്മദിനമാണിന്ന്. നമ്മൾ ഇവിടെ കാണുന്നത്, ഇന്ന് കാണുന്നൊരു സമൂഹം എങ്ങനെ ഉണ്ടായി, ഇന്ന് കാണുന്ന ഇന്ത്യ എങ്ങനെ ഉണ്ടായി, ആ ഇന്ത്യയുടെ സവിശേഷതകൾ എന്ത്, അത് നിലനിൽക്കണമോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര അധ്യക്ഷത വഹിച്ചു. NYC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത്, NSU സംസ്ഥാന പ്രസിഡന്റ് അരുൺ സത്യനാഥ്, സെക്രട്ടറി C ബാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊയ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗാന്ധി സ്മൃതി യാത്രയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റുമാരായ മുഹമ്മദ് കൈക്കമ്പ, രാഹുൽ നിലാങ്കര,
ഉബൈദുള്ള കടവത്ത്, നാസർ പള്ളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KPSTA റവന്യൂ ജില്ലാ അക്കാദമിക് കൗൺസിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ സ്വദേശ് മെഗാ ക്വിസ് സംഘടിപ്പിക്കും. ജില്ലാതല മത്സരം ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശീയതയും ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ KPSTA റവന്യൂ ജില്ലാ അക്കാദമിക് കൗൺസിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നടത്തുന്ന സ്വദേശ് മെഗാ ക്വിസ് റവന്യൂ ജില്ലാതല മത്സരം ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KPCC സെക്രട്ടറി M. അസനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് സമ്മാനദാനം നിർവഹിച്ചു. റവന്യൂ ജില്ലാ സെക്രട്ടറി PT ബെന്നി സ്വാഗതവും ട്രഷറർ ജോമി T. ജോസ് നന്ദിയും പറഞ്ഞു. സംസ്ഥാന നിർവാഹക സമിതി അംഗം K. അനിൽകുമാർ, അശോകൻ കോടോത്ത്, T. രാജേഷ് കുമാർ, PK ബിജു, RV പ്രേമാനന്ദൻ, MK പ്രിയ, ജലജാക്ഷി, CM വർഗീസ്, ശ്രീജ, അജിത, സുഗതൻ, ഗോപാലകൃഷ്ണൻ, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സബ് RT ഓഫീസിന് മുന്നിൽ ടാക്സി ഡ്രൈവർമാരുടെ പ്രതിഷേധം. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ 60 സോൺ ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന കള്ള ടാക്സികൾക്കെതിരെ നടപടി സ്വീകരിക്കുക, GPS റീചാർജ് തുക കുറയ്ക്കുക, ടാക്സി വാഹനങ്ങൾക്ക് വർഷം തോറും CF പുതുക്കാനുള്ള ദിവസങ്ങൾ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് RT ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ശശി പാണത്തൂർ അധ്യക്ഷത വഹിച്ചു. സോൺ സെക്രട്ടറി അസ്ലം കാഞ്ഞങ്ങാട്, ജില്ലാ സെക്രട്ടറി വിനീഷ് തൃക്കരിപ്പൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടോമി ഭീമനടി, ബഷീർ വെള്ളരിക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ സർവേ ഭൂരേഖ വകുപ്പ് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സപ്തഭാഷ സർവേ സംഗമം സംഘടിപ്പിച്ചു. പെരിയയിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സർവേയിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിലുള്ള പുരോഗതി കാഴ്ചവെക്കുന്ന കാസർഗോഡ് ജില്ലയിലെ സർവേ ഭൂരേഖ വിഭാഗം ജീവനക്കാരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സപ്തഭാഷ സർവേ സംഗമം സംഘടിപ്പിച്ചത്. പെരിയയിൽ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു സപ്തഭാഷ സർവേ സംഗമം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ സർവേയെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ എന്നാലും പറയാതിരിക്കാനും കഴിയുന്നില്ല. എന്നാലും അത്രയും ഒരു നല്ല പ്രവൃത്തിയാണ് ഇവിടെ നമ്മൾ ചെയ്തു വരുന്നത്. കാസർഗോഡ് സംബന്ധിച്ചോളം ആദ്യ ഘട്ടത്തിൽ ഒരു 200 വില്ലേജുകളിൽ പബ്ലിഷ് 9 പബ്ലിഷ് ചെയ്തതിൽ 26 വില്ലേജുകൾ കാസർഗോഡ് നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തിൽ. അപ്പോൾ അതൊരു നല്ല ഒരു പെർഫോമൻസ് ആണ്. എനിക്ക് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അപ്പോൾ ഇതേ തന്നെ നിങ്ങളെല്ലാവരും തുടർന്ന് നല്ല രീതിയിലുള്ള ഈ ഒരു പ്രവർത്തനം തുടർന്ന് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ AD പറഞ്ഞ മാതിരി ഞാൻ ചാർജ് എടുത്ത ശേഷം ഈ രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ട ലിസ്റ്റ് നോക്കി റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ ആസിഫ് അലിയാർ അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, കഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രതീക് ജെയിൻ, സിനിമാ താരം മഞ്ജുളൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സർവേ സൂപ്രണ്ടുമാരായ നരേഷ് കുമാർ കുന്നിയൂർ, പ്രസാദ് KV, സിജി തോമസ് എന്നിവർ സംസാരിച്ചു. റീസർവേ ടെക്നിക്കൽ അസിസ്റ്റന്റ് KP ഗംഗാധരൻ സ്വാഗതവും ജില്ലാ HS സന്തോഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ജീവനക്കാരുടെ വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി. സൂപ്രണ്ട് ഓഫീസ് തലത്തിൽ വടംവലി മത്സരവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ട് ഹവാല പണം പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തുവെന്ന ഗുരുതര ആരോപണവുമായി എന്നെ നെല്ലിക്കുന്ന് MLA രംഗത്ത്. ഹൊസ്ദുർഗ് സ്റ്റേഷൻ പരിധിയിലെ ഇത്തരം കേസുകളിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. കാസർഗോഡ് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നേരിയ സംഘർഷം. ബാരിക്കേഡ് മറികടക്കുവാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. ഇനിയുള്ള 9 രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിന്റെ ചൈതന്യ പ്രഭയാൽ നിറയും. തീയ മഹാസഭ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീയ മഹാസംഗമം നടത്തി. അഡ്വക്കേറ്റ് സദാശിവ ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ ലീഡേഴ്സ് ക്യാമ്പിന് തുടക്കമായി. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കാസർഗോഡ് വിമുക്തി മിഷനും സംയുക്തമായി ലഹരി വിരുദ്ധ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.